ഞാൻ സിന്ധു സതീശൻ. നിങ്ങൾ ഈ ഇടിവെട്ടിയോൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാകും. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഈ പഴഞ്ചൊല്ലൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് ചില ആൾക്കാരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം ഈ പഴഞ്ചൊല്ലിന് ആസ്പദമായ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് അന്യ സംസ്ഥാനത്തു നിന്ന് തൊഴിൽ തേടി വരുന്ന ഏതൊരു വ്യക്തിയെയും അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടല്ല കാണുന്നത്, നമ്മുടെ അതിഥികളായിട്ടാണ്. നമ്മൾ കൂടുതലും അവരെ അതിഥികളായിട്ട് നമ്മോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ മഴക്കൊടുതിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളം അതിഥി തൊഴിലാളികൾക്ക് മുട്ടയും പാലും കൊടുക്കുന്നു, അരി കൊടുക്കുന്നു, അതുപോലെ തന്നെ വീട്ടിൽ വെറുതെ കുത്തിയിരുന്നവർക്ക് ടൈം പാസിന് വേണ്ടി TV എത്തിക്കുന്നു, LED, അല്ലേ? പിന്നെ ഇങ്ങനെയുള്ള ധാരാളം ആർഭാടമായിട്ട് ജീവിക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ കേരള സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ അതിഥി തൊഴിലാളികൾക്ക്. ഞാനെപ്പോഴും അവരെ പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് തന്നെയാണ്. അങ്ങനെ വിളിക്കണം അവരെ. ഓക്കെ, അതിഥി തൊഴിലാളികളിൽ ഒരു 60% ആൾക്കാരെ കൈയടക്കിയ ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ എന്ന സ്ഥലം. ആ പെരുമ്പാവൂർ എന്ന സ്ഥലത്ത് പകൽ വെട്ടത്തിൽ പോലും നിരോധിതമായ പാൻ മസാലകൾ, അതുപോലെ തന്നെ ലഹരി സാധനങ്ങളൊക്കെ വിൽക്കപ്പെടുന്നുണ്ട് എന്ന് വാർത്തകൾ കേൾക്കുന്നത് കേട്ടോ. ഞാൻ നേരിട്ട് പോവുക കാണുകയോ ചെയ്തിട്ടില്ല എന്തായാലും. അല്ല, ഇത്തരത്തിലുള്ള നിശബ്ദമായ സമ്മതം മൂളുന്നത് നാട് നശിച്ചാലും വേണ്ടിയില്ല, 4 വോട്ട് കിട്ടി ഭരണത്തിലിരുന്നാൽ മതി, കസേര കിട്ടിയാൽ മതി എന്നുള്ള സർക്കാർ നയമാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം കേരളത്തിൽ വന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള ധൈര്യം വരുന്നത്. ഇതിപ്പോൾ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനോ പോലീസിനോ നാട്ടുകാർക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ അതിഥി തൊഴിലാളികൾക്കാണോ പ്രശ്നം ഇതൊക്കെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനൊക്കെ, അല്ലേ? അങ്ങനെ സർക്കാരിൻ്റെ നിശബ്ദതയും പോലീസിൻ്റെ നിഷ്ക്രിയത്വവും പൊതുജനങ്ങളുടെ നിസ്സഹായതയും ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മുറിയിലേക്ക് കടന്നാക്രമിച്ച് പ്രബുദ്ധ സാക്ഷരത നവോത്ഥാന മലയാളികൾ കുറേയേറെ കാശ് കവർന്നെടുത്തു പോലും. അല്ല, നോക്കുകൂലി വാങ്ങുന്ന കേരളത്തിൽ, നോക്കുകൂലി നിയമപരമായിട്ട് നിരോധിച്ച കേരളത്തിൽ, തൊഴിൽ ചെയ്യാൻ മടിയുള്ള യുവാക്കളുള്ള കേരളത്തിൽ, അവർ നമ്മുടെ കേരളീയർ ഒഴിച്ചിടുന്ന തൊഴിൽ ചെയ്യാൻ വേണ്ടി വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരളം. ഇങ്ങനെയുള്ള ഈ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളി കേരളത്തിൽ വന്ന് എല്ലുമുറിയ പണിയെടുത്ത് ഉണ്ടാക്കിയ കാശ് 5-6 ആൾ കൂടി പോയി അടിച്ചും ഇടിച്ചും കാശ് കവർന്നെടുക്കുകയാണ്. എന്ത് നല്ല മലയാളികളല്ലേ, അഭിമാനിക്കാം. ഈ പൊതുവെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഞങ്ങളൊക്കെ ഇപ്പം 6-7-8 വർഷമായിട്ട്, ഞാൻ 6-7-8 വർഷമായിട്ട് ഇവരെ കാണുന്ന, ഇവർ പണിയെടുക്കുന്ന പൈസ, അധ്വാനിച്ച് കിട്ടുന്ന കാശ് അവർ ഈ അധികം ചെലവാക്കാതെ വിശപ്പിന് പച്ചവെള്ളം കുടിച്ച് വിശപ്പ് മാറ്റി അവർ ആ പൈസ സൂക്ഷിച്ചു വെച്ച് അവരുടെ അധ്വാനത്തിന് സിംഹഭാഗവും നാട്ടിലേക്ക് അയക്കുകയാണ് പതിവ്. നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന പണിക്കാർ ബയ്യ, അവർ നാട്ടിലെത്തിയാൽ പണക്കാർ ബയ്യാണ്. അങ്ങനെ പെരുമ്പാവൂരിലത്തെ അന്യസംസ്ഥാന തൊഴിലാളി തൻ്റെ പണം കവർന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനായിട്ട് പോയി. ഇതൊരു നഗ്നമായ സത്യമാണ്. നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയപരമായി ഒരു ഇടപെടലും ഇല്ലെങ്കിൽ, ഒരു തുമ്പുമില്ലെങ്കിൽ പോലും നമ്മുടെ പോലീസുകാർ പ്രതികളെ നിമിഷങ്ങൾക്കകം കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ഒരു നഗ്നമായ സത്യമാണ്. അതുപോലെ തന്നെ ഈ കേസും അങ്ങനെ രാഷ്ട്രീയപരമായി ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളി കേസ് കൊടുത്തപ്പോൾ തന്നെ പ്രതികളെ ഊർജിതമായി തെരഞ്ഞ് പ്രതികളെ പിടികൂടി. വെങ്ങോല പോഞ്ഞശ്ശേരി കനാൽ ജംഗ്ഷൻ കിഴക്കൻ വീട്ടിൽ റിൻഷാദി എന്ന 32കാരൻ, ഇലഞ്ഞിക്കൽ സലാഹുദ്ദീൻ എന്ന 32കാരൻ, വലിയകുളം ഭാഗത്ത് മുട്ടത്തോടൻ വീട്ടിൽ ബേസിൽ എന്ന 27കാരൻ, പട്ടിമറ്റും ചേലക്കുളം കാവും പറമ്പ് ഭാഗത്ത് ഏരക്കാട് വീട്ടിൽ അനു എന്ന 34കാരൻ, പോഞ്ചേരി കനാൽ ജംഗ്ഷൻ മുച്ചേത്ത് വീട്ടിൽ മുഹമ്മദ് സലീം എന്ന 32കാരൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഈ 5 പേരും അന്യസംസ്ഥാന തൊഴിലാളിയുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് 37,000 രൂപ കവർന്നെടുത്തു എന്നതാണ് കേസ്. അല്ല, ഇവർക്കൊക്കെ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിച്ചൂടെ? എന്തൊക്കെ തൊഴിൽ സാധ്യതകൾ കേരളത്തിലുണ്ട്? കക്കലും ഒരു തൊഴിൽ തന്നെയാണല്ലേ? ഇല്ലെങ്കിൽ ഇത്രയേറെ കള്ളന്മാർ നമ്മുടെ നാട്ടിൽ പെരുകുമോ, അല്ലേ? എന്തായാലും ഈ മേനലങ്ങാതെ
ഇങ്ങനെ തിന്നാൻ വേണ്ടി പണം കണ്ടെത്തുന്ന സ്വഭാവം അത്ര നല്ല ശരിയൊന്നല്ല. ഇങ്ങനെയൊക്കെ കട്ടെടുത്ത് പൊതുസമൂഹത്തിൽ കള്ളൻ എന്ന വിളിപ്പേരുകൾക്ക് ഒരു ലജ്ജയുമില്ല നിങ്ങൾക്ക് യുവാക്കളെ, അല്പം നാണവും മാനവും. അങ്ങനെ പണം കവർന്നെടുത്തു എന്ന് പരാതി പറയാണ്ട് പോയ അന്യസംസ്ഥാന തൊഴിലാളിയെ കണ്ടിട്ട് പോലീസുകാർക്ക് എന്തോ ഒരു സംശയം. അല്ല, ഈ പോലീസുകാർക്ക് സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്തായാലും ആ സംശയ നിവാരണത്തിന് ഒരു ചെക്കപ്പ് നടത്തും, അത് ഉറപ്പാണ്. അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഫോൺ വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ഫോൺ കൊടുക്കാൻ ഈ അന്യസംസ്ഥാന തൊഴിലാളിക്ക് വലിയ മടിയായിരുന്നു. ഒടുവിൽ പോലീസുകാരെന്ത് ചെയ്തു? ഈ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഫോൺ പിടിച്ചു വാങ്ങി. അങ്ങനെ പോലീസുകാർ ഫോൺ ചെക്കപ്പ് ചെയ്തപ്പോൾ കണ്ട കാഴ്ച കണ്ട് പോലീസ് ഞെട്ടി എന്ന് വേണം പറയാൻ വേണ്ടി. കാരണം പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടികളുടെയൊക്കെ നഗ്നമായ ഫോട്ടോസുകളാണ് നിറയെ ഉള്ളത്. ഇനി ഈ ചെറിയ പെൺകുട്ടികളുടെയൊക്കെ നഗ്നമായ ഫോട്ടോസുകൾ സൂക്ഷിച്ചവൻ്റെ പേര് കേൾക്കണ്ടേ? മുഹമ്മദ് മുബാറക്. എന്താണല്ലേ ഇവരൊക്കെ സ്വഭാവം ഇതൊക്കെയാണ്. അപ്പോൾ ആസാം സ്വദേശിയായ മുഹമ്മദ് മുബാറക്കിൻ്റെ മൊബൈലിലാണ് ചെറിയ കുട്ടികളുടെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഗ്നമായ ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ ഉള്ളത്. ഇത് കണ്ട് ഈ മുഹമ്മദ് മുബാറക്കിൽ സംശയം തോന്നിയ പോലീസ് ഫോണിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് അതിനേക്കാൾ വലിയ പിടിച്ചതിനേക്കാൾ വലിയ സംഭവമാണ് ഇതിനുള്ളിലുള്ളതെന്നും. പരാതി നൽകാൻ വേണ്ടി വന്ന അസം സ്വദേശിയായ അന്യസംസ്ഥാന തൊഴിലാളിയായ മുഹമ്മദ് മുബാറക്കിന് നേരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പെരുമ്പാവൂർ പോലീസ്. എന്നാൽ ഈ നഗ്ന ചിത്രങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന ഇടം ഏതാണെന്ന് അറിയണ്ടേ? അത് അതിനേക്കാൾ വലിയ കുരിശാണ്. പുള്ളിക്ക് ഇന്ത്യയിലൊന്നുമല്ല പിടിപാട്, അങ്ങ് പാകിസ്ഥാനിൽ വരെയുണ്ട്. ഈ നഗ്നമായ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്തത് പാകിസ്ഥാനുമായിട്ടാണ്, പാകിസ്ഥാനിലത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുമായിട്ടാണ്. എന്തായാലും നമ്മുടെ കേരളത്തിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് വന്നിട്ട് അതിഥി തൊഴിലാളിയായി സുഖമായിട്ട് ഒരു പരാതിയുമില്ലാതെ ജീവിച്ചു പോയിരുന്ന ആസാം സ്വദേശിയായ മുഹമ്മദ് മുബാറക്ക് മലയാളികളുടെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് പോസ്കോ കേസിൽ പ്രതിയായി. പക്ഷേ പരാതിക്കാരനായ മുഹമ്മദ് മുബാറക്കിൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് ഇനി രാജ്യദ്രോഹി പട്ടം കൂടി കിട്ടാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും അസം സ്വദേശിയായ അന്യസംസ്ഥാന തൊഴിലാളിയായ മുഹമ്മദ് മുബാറക്കിൻ്റെ പോസ്കോ കേസിൻ്റെ പുറകെ ATSഉം IBയും ചോദ്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിലത്തെ വാട്സപ്പ് ഗ്രൂപ്പുമായിട്ടുള്ള സമ്പർക്കം അതെന്തിനാണെന്നും എപ്പോഴാണെന്നും എന്താണ് ഉദ്ദേശമെന്നും ഇവർ ഇനി പിഴിഞ്ഞെടുക്കും മുഹമ്മദ് മുബാറക്കിൽ നിന്നും. ഇതാ പറയുന്നത് ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന്. അങ്ങനെ പരാതി പറയാണ്ട് പോയ അസം സ്വദേശിയായ അന്യസംസ്ഥാന തൊഴിലാളിയായ മുഹമ്മദ് മുബാറക്ക് പ്രതിയായിരിക്കുകയാണ്. ഇതൊക്കെയാണ് കലികാല വൈഭവം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നിരിക്കുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.